പതിവ് പോലെ തന്നെ ഞാൻ പണിക്കിറങ്ങിയപ്പോൾ ആദ്യം എൻ്റെ മുമ്പിൽ കണ്ട കാഴ്ച ഇതാണ്. തൻ്റെ കയ്യിലുള്ള വീൽ ചെയർ തള്ളി അവിടെ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോകുന്നു. എന്നിട്ട് അദ്ദേഹം ആ പാർക്കിലേക്ക് കയറി പോകുന്നു. രാവിലത്തെ തന്നെ ചൂടായതുകൊണ്ടാകാം അവിടെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ താഴത്ത് പോയിരിക്കുന്നു. ഓരോരുത്തരും കഷ്ടപ്പെടുകയാണ് ജീവിക്കാനായി. ഞാനങ്ങനെ തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് പോയി അവിടെ രാവിലെ ചെന്ന് ഓർഡറൊക്കെ ചെയ്തു, വെയിറ്റ് ചെയ്തു. അപ്പം ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കിട്ടി. അതും കഴിച്ച് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. മലയാളികളുടെ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലുള്ള എല്ലാ ബേക്കറി സാധനങ്ങളും അവിടെ സുലഭമാണ്. നേന്ത്രപ്പഴമുണ്ട്, അതുപോലെ തന്നെ ഉണ്ണിയപ്പമുണ്ട്, ചെറുപഴമുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു ചെറുപഴവും മേടിച്ച് ഞാൻ നേരെ എയർപോർട്ടിൽ പോയി അവിടെ ഇനി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ പാസഞ്ചറിനെ എനിക്ക് കിട്ടി. അദ്ദേഹം ചൈനയിൽ നിന്നാണ്. Good. 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 What is your name? Fong. My name is Fong. 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 My name is Anis. Anis. Yeah. Hello, Anis. Nice to meet you. Nice to meet you too. Okay. Bye bye. Bye bye. അങ്ങനെ അദ്ദേഹത്തിനെ ഡ്രോപ്പ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു 5 രൂപ കടയിൽ കയറി. എനിക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് പിന്നെ എയർപോർട്ടിലേക്ക് തന്നെ കയറി. ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഭായിമാരാണ്. അങ്ങനെ അവരൊക്കെ ആയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, കുശലങ്ങളൊക്കെ അന്വേഷിച്ചു. നല്ല സ്നേഹമുള്ള ഭായിമാരാണ് കേട്ടോ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറേയൊക്കെ ആൾക്കാർ ഡ്യൂട്ടിക്ക് വരുന്നു, കുറേ ആൾക്കാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നു. ഇതെല്ലാം എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ റൂമിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ.